ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പ്രണയത്തിനടിമയായ ഒരു യുവാവിനെ സമാനതകളില്ലാത്ത ക്രൂരതയോടെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് ഗ്രീഷ്മ എന്ന 24-കാരിക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ. പ്രായം പരിഗണിക്കാനാവാത്ത വിധത്തിലുള്ള ക്രൂരതയാണ് ഗ്രീഷ്മയുടേതെന്ന് കോടതി വിലയിരുത്തുന്നു. ജ്യൂസ് ചലഞ്ച് നടത്തി കൊല്ലാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീട്ടിൽ വിളിച്ചു വരുത്തി പാരക്കറ്റ് കലർത്തിയ കഷായം നൽകി ഷാരോണിനെ ഇല്ലാതാക്കിയത് പതുക്കെയുള്ള മരണത്തിൽ പഠനം നടത്തിയാണ്. വൃക്കയും കരളും ശ്വാസകോശവും അഴുകി 11 ദിവസം വെള്ളമിറക്കാനാകാതെ മരിച്ച ഷാരോൺ അവസാന നിമിഷം വരെയും ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി വളരെ വേഗം പ്രതിയിലേക്കെത്തിയ അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കാനും കോടതി മറന്നില്ല. സമാനതകളില്ലാത്ത സമർത്ഥമായ കൊലയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ആദ്യ പകുതിയിൽ നമ്മളോടൊപ്പം ഷിമോൺ, ഷാരോന്റെ സഹോദരനുണ്ട്, ഡിവൈഎസ്പി KJ ജോൺസൺ, അന്വേഷണ ഉദ്യോഗസ്ഥൻ, അഡ്വക്കേറ്റ് VS വിനീത് കുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒപ്പം ഡോക്ടർ LC ഉമ്മൻ, സൈക്യാട്രിസ്റ്റ് എന്നിവരാണ്. രണ്ടാം പകുതിയിൽ ചർച്ചയിൽ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് B കെമാൽ പാഷ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരും ഉണ്ടാകും. ഞാൻ ആദ്യം ഷാരോന്റെ സഹോദരനിലേക്കാണ് പോകുന്നത്. ഷിമോൺ, രാവിലെ മുതൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിധിയിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. നീതി ലഭിച്ചു. ആ അമ്മ പ്രതികരിച്ചത് അങ്ങനെയാണ്, പൊന്നുമകന് നീതി ലഭിച്ചു എന്നുള്ളതാണ്. ഈ സമയം, ഈ വിധി വരുമ്പോൾ ഈ സമയത്ത്, അതായത് ഇത്തരം ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം ഈ വൈകുന്നേരം ഇപ്പോൾ ഷിമോൺ എന്താണ് പറയാനുള്ളത്? ശരിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് ഞങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ളൊരു ശിക്ഷ തന്നെയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. അതിൽ സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്. അതിന് നന്ദി പറയാൻ മാത്രമേ എനിക്ക് ഉള്ളൂ. ഇപ്പോൾ ഈ കേസിൻ്റെ നാൾ വഴികളൊക്കെ കുറെ കാലമായി ഈ കേസ് സംഭവിച്ച ഇവർ അറസ്റ്റിലാകുന്ന ഘട്ടം മുതൽ കേരളം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇവർക്കിടയിലെ ബന്ധം ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ കുടുംബം അറിഞ്ഞത്? ആദ്യം മുതൽ തന്നെ അറിയായിരുന്നു. ഷാരോൺ എല്ലാ വീട്ടിൽ പറയും, ഞാനും അങ്ങനെ തന്നെയാണ്, പപ്പയുടെ അമ്മയുടെ എല്ലാം പറയും. അപ്പോൾ ഇത് റിലേഷൻ തുടങ്ങിയ കാലം മുതലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. തുടങ്ങിയപ്പോഴും പറഞ്ഞതാണ്, ഇടയിൽ വെച്ചിട്ട് എൻഗേജ്മെൻ്റ് ആയപ്പോഴും പറഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അല്ല, മറ്റൊരു വിവാഹത്തിൽ എൻഗേജ്മെൻ്റായി, വിവാഹ നിശ്ചയമായി എന്നറിയുമ്പോൾ ഷാരോൺ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? കാരണം ഇതിപ്പോൾ പ്രതിഭാഗം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ഗ്രീഷ്മ ആഗ്രഹിച്ചിരുന്നു, അതിൽ പലതവണ പറഞ്ഞിരുന്നു, പക്ഷേ അതിന് സമ്മതിച്ചില്ല ഷാരോൺ എന്നുള്ളതാണ്. നിർബന്ധിതമായ ബന്ധത്തിൽ തളച്ചിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ ഘട്ടത്തിൽ അത് പറയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഷിമോൺ ചോദിക്കുന്നത്. അതെ, അത് പ്രതിഭാഗം പറഞ്ഞതാണ്, ഉന്നയിച്ച ആരോപണങ്ങളാണ്. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള ഒരു തെളിവുകളും നിലവിൽ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. അല്ല ഷിമോൺ, ഇപ്പോൾ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഷാരോൺ വിഷമത്തോടു കൂടി വീട്ടിൽ അറിയിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ബന്ധത്തിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിങ്ങളും ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുമല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ടൈമിൽ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീഷ്മേനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് തുടർന്ന് എന്താ പ്ലാനിങ്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് ഇത് അവളുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം നടന്നതാണ്, അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു, കുഴപ്പമില്ല ചേട്ടാ, ഇത് നമ്മൾ അല്ലെ ഇവൻ്റെ കൂടെ ഇറങ്ങി വരും എന്നുള്ള രീതിയിൽ അവൾ അന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്ന് അവളുടെ അടുത്ത് ചോദിച്ചതാണ്, ഗ്രീഷ്മയുടെ അടുത്ത്. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം മാറ്റും, അതുകൊണ്ട് ഇപ്പം വീട്ടിൽ വരണ്ട എന്നുള്ള രീതിയിലാണ് ഗ്രീഷ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചില്ല. ഷാരോണിന് പേടിയായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാലോ എന്നുള്ളൊരു പേടി.
അപ്പോൾ കുറച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് ടൈമിൽ അവർ പിണങ്ങിയിരുന്നു, അവർ മിണ്ടില്ലായിരുന്നു. അത് ഷാരോൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ തന്നെയാണ് ഫോൺ വിളിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഷാരോൺ എല്ലാം ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയുമായിരുന്നു. ഈ വീട്ടിൽ വെച്ച് വിവാഹം കഴിച്ചു, വീട്ടിൽ വെച്ച് താലി കെട്ടി, അതിനുശേഷം പള്ളിയിൽ പോയി താലി കെട്ടി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിന് അറിയാമായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ താലി കെട്ടിയ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിൻ്റെ കസിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ നിർദ്ദേശിച്ച പ്രകാരമാണ് കസിൻ ചെന്ന് കടയിൽ ചെന്നിട്ട് താലി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവൾ തന്നെയാണ് താലിയും സെലക്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളെ ഈ വീട്ടിൽ വെച്ചിട്ടാണ് അവർ താലി കെട്ടിയത്. പിന്നെ പള്ളിയിൽ വെച്ചിട്ട് കെട്ടിയതല്ല, സിന്ദൂരം തൊട്ടതാണ്. അപ്പോൾ അതൊക്കെ ഷാരോൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. വീട്ടിൽ വെച്ചത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണോ? അതെ, വീട്ടിൽ താലി കെട്ടിയ സമയത്ത് ഞങ്ങളാരും വീട്ടിലില്ലായിരുന്നു. എൻ്റെ കസിനുണ്ടായിരുന്നു. അപ്പോൾ സജിൻ എന്ന പേര്, അവനുണ്ടായിരുന്നു. ഷാരോണും ഗ്രീഷ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുമായിട്ട് പോയിട്ടാണ് താലി വാങ്ങിയത്. അവൾ തന്നെയാണ് ചൂസ് ചെയ്തത്. വീഡിയോ കോളോ അങ്ങനെ എന്ത് ചെയ്തിട്ട് താലി ചൂസ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് സജിൻ. ഇവർക്കിടയിൽ ബന്ധം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന രൂപത്തിൽ ഷാരോൺ എന്തെങ്കിലും വീട്ടിൽ പറയുകയോ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ എൻഗേജ്മെൻറ്റ് ടൈമിൽ കുറച്ച് നാൾ പിണങ്ങിയിരുന്നതല്ലാണ്ട് വേറൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നതെന്നാണ് ഷാരോൺ പറഞ്ഞത്. അപ്പോൾ അവൾ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു. കാരണം ആ ഒരു ടൈം മുതൽ പാരസെറ്റമോൾ, ഈ സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പാരസെറ്റമോൾ സെർച്ച് ചെയ്ത് അത് കൊടുക്കാനായിട്ടുള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും അവന് മനസ്സിലായിട്ടില്ല, ഞങ്ങളത് അറിഞ്ഞതുമില്ല. ഈ പാരസെറ്റമോൾ ജ്യൂസ് ഇത് നൽകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയിരുന്നോ? അതപ്പം തന്നെ അത് വേണ്ടെന്ന് വെച്ചു എന്ന് അറിയാം, പക്ഷെ അത് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത? ശരിക്കും അതെ ശരിക്കും പറഞ്ഞാൽ അന്ന് കഴിച്ചപ്പോഴത്തേക്ക് അവന് കയ്പ്പ് കാരണം തുപ്പിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ ഒരു എക്സ്പയറി ആയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റിവിട്ടു. അവന് ആ സമയത്ത് ഇടയ്ക്ക് എനിക്കത് കറക്റ്റായിട്ട് ആ ഡേറ്റ് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു ഒരു ടൈം പീരീഡായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈം പീരീഡിൽ ഷാരോണിന് കുറച്ച് ക്ഷീണം പോലുള്ളൊരു, അതായത് ഒരു മയക്കം പോലുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ വീഡിയോസ് ചെക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു കാര്യം കണക്റ്റ് ആയത് ഞങ്ങൾക്ക്. ആദ്യം ആർക്കാണ് സംശയം തോന്നിയത്, ഷിമോൺ? അത് ഷാരോൺ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അവിടെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് 14-ാം തീയതി രാവിലെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഞാനും പപ്പയും അവിടെയായിരുന്നു. പപ്പ എന്നെ വിളിക്കാൻ വന്നത്. അപ്പോൾ എന്നെ ഷാരോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്താണ് പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ റെക്കോർഡ് ബുക്ക് വാങ്ങാൻ പോകുന്നു എന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയോടുകൂടി ആയപ്പോഴത്തേക്കാണ് ഷാരോൺ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പം അതായത് വളരെ ക്ഷീണിതനായിട്ടാണ് അവൻ വന്നത്. അവന് കയറി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ. അപ്പം പെട്ടെന്ന് തന്നെ അവൻ വീട്ടിൽ വന്നിട്ട് നേരെ പോയി ഛർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഛർദ്ദിച്ചു, കുറേ നേരം ടോയ്ലറ്റിലായിരുന്നു. അപ്പം മനസ്സിലായി ലൂസ് മോഷൻ ഉണ്ടെന്ന് മനസ്സിലായി, അവൻ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ഫ്രൂട്ടി കുടിച്ചു, അതിനുശേഷം ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ശരി അത് മാറാനായിട്ട് എന്തെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാറാത്തത് കൊണ്ടാണ് നേരെ പാറശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് മോഷൻ ബ്ലാക്ക് കളറിൽ പോയപ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ തൊട്ടൊരു ഡൗട്ട് തോന്നി തുടങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ വാല്യൂസ് എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം അടുത്ത ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മച്ചിരി വീട് അടുത്ത ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ഒട്ടും കുറയില്ലാതെ അന്ന് രാത്രി പോയതിനു ശേഷം ഈ ചുണ്ട് മുതൽ ഉള്ളിലോട്ട് ഫുള്ളും ഈ വിണ്ട് കീറിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ
ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാത്രി ഉറങ്ങിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ഡയാലിസിസിന് നിർദ്ദേശിച്ചു. അതിനുശേഷം ഡോക്ടർ അരുണ മേഡമാണ് ഞങ്ങളുടെ അടുത്ത് പോയിസൺ എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് പറയുകയും അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് വരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ശരി, ശ്രീ വി എസ് വിനീത് കുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ശ്രീ വിനീത് കുമാർ, ഇന്നിപ്പോൾ ഈ വാദം കഴിഞ്ഞ ശേഷം ഇന്ന് വിധിയിലേക്ക് വരുമ്പോൾ, ശിക്ഷ വിധിക്കുമ്പോൾ ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിലും വ്യത്യസ്തമായി തോന്നുന്നുണ്ട്. അത് അസാധാരണമായ കൊലപാതകം എന്ന വിലയിരുത്തലിലാണോ, വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി കോടതിയിൽ നിന്ന് വരുന്നത്? ഷാരോൺ പ്രണയത്തിനടിമയായിരുന്നു, മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു, അങ്ങനെ ഗ്രീഷ്മയാണ് ഈ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അവസാന നിമിഷം വരെയും വിശ്വസിച്ചിരുന്നില്ല. പിന്നീടാണ് മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഷാരോൺ അത് ബോധ്യമായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അസാധാരണമായി ഈ കൊലപാതകത്തെ കാണാൻ ജഡ്ജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ്? ഈ ചോദ്യത്തിലെ ഒരു ചെറിയൊരു പിശകിനെ ഞാനൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. കോടതി അത് ഒബ്സർവ് ചെയ്ത് അങ്ങനെ ആയിരുന്നില്ല. അതായത് അവസാന നിമിഷം വരെയും ഷാരോൺ ഗ്രീഷ്മയെ സംരക്ഷിക്കുകയായിരുന്നു. അത്രയധികം തീവ്രമായ ഒരു പ്രണയമാണ് ഷാരോണിന് ഗ്രീഷ്മയോടുണ്ടായിരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോടതി നടത്തിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തെളിവിന് വന്നതും കോടതി ജഡ്ജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാരോണിന് ഇത് തീവ്രമായ ഒരു പ്രണയം ഉണ്ടായിരുന്നപ്പോഴും ഗ്രീഷ്മ ഒരു ചതിക്കും എന്നുള്ള ഒരു തോന്നൽ ഇല്ലായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ ഏതിലേക്കോ ചെറിയ സംശയങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ 22/8/2022 ആദ്യമായിട്ട് ഈ ജ്യൂസ് ചലഞ്ചിലൂടെ 60ഓളം പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ കലക്കി ഒരു വിഷം ഉള്ളിൽ കൊടുത്ത് കൊലപാതകം നടത്താനായിട്ട്, കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ഗ്രീഷ്മ നടത്തിയിരുന്നു. പക്ഷേ അത് ആ കൊലപാതക ശ്രമം പരാജയപ്പെടുകയായിരുന്നു. കാരണം അതിന് മുമ്പായിട്ട് അന്ന് രാവിലെ തന്നെ ഈ ഗൂഗിൾ സെർച്ച് നടത്തിയിട്ട് അതിൽ 21 തവണ സെർച്ച് നടത്തി ഇതാണ്. അതായത് പാരസെറ്റമോൾ ഉപയോഗിച്ച് എങ്ങനെ മർഡർ ചെയ്യാം, എങ്ങനെ സൂയിസൈഡ് ചെയ്യാം, എങ്ങനെയാണ് അത് അമേരിക്കയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയത്, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സെർച്ചുകൾ നടത്തിയതിന് ശേഷമാണ് പാരസെറ്റമോൾ ഉപയോഗിച്ച് ഒരു പരിശ്രമം നടത്തിയത്. അപ്പോൾ കോടതി കണ്ടെത്തിയത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി, അതായത് 307 ആണ്, അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ നടത്തിയ ഒരു പ്രതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാരോണിന് ഒരു ചെറിയ സംശയം അന്ന് ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായി കാണില്ലായിരിക്കാം. പക്ഷെ പിന്നീട് ഇതേ രീതിയിൽ പാരക്വറ്റ് എന്ന് പറഞ്ഞ വിഷം ഇതുപോലെ സെർച്ച് നടത്തിയതിന് ശേഷം ഈ 14/10/2022 ഷാരോണിനെ കുടിപ്പിക്കുകയാണ് ഗ്രീഷ്മ. പുറത്തിറങ്ങി പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുമ്പോൾ മൂന്നാമത്തെ തവണയും ഛർദ്ദിക്കുന്ന സമയത്ത് ഈ രണ്ടാം സാക്ഷി രജിൻ ഇയാളോട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ വാക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് ഇങ്ങനെ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഇതിന് മറ്റാരോടും ഇതൊരു വിശ്വാസമില്ലാതെ ഈ സുഹൃത്തിനെയും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തിന് ഒരു സുഹൃത്തിനെയും കൂടെ കൊണ്ടുപോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നിട്ട് ആ സുഹൃത്തിനോട് പുറത്തിറങ്ങി വന്നിട്ട് അവൾ ചതിച്ചട എന്നൊരു വാക്ക് പറയുന്നുണ്ട് ആദ്യം. അത് എന്തിനു പറഞ്ഞു, പക്ഷെ പിന്നീട് മറ്റാരോടും പറഞ്ഞില്ല എന്നുള്ളതും സത്യമാണ്. മജിസ്ട്രേറ്റിനോടും പറഞ്ഞില്ല, ഈ ഡൈയിങ് ഡിക്ലറേഷൻ എടുക്കാൻ വന്ന മജിസ്ട്രേറ്റിനോട്. പക്ഷേ ഷാരോൺ വ്യക്തമായിട്ട് മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നു, എൻ്റെ കൂട്ടുകാരി എനിക്ക് കഷായം തന്നിരുന്നു, അത് കുടിച്ച ശേഷമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഗ്രീഷ്മയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ളത് തന്നു എന്ന് ഉറപ്പായിട്ടും പറഞ്ഞില്ല. അത് പറയുന്നത് ആ 22-ാം തീയതി ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്താത്തൊരവസ്ഥ വന്നിട്ട് മരണവുമായി മല്ലിട്ട് തുടങ്ങുന്ന സമയത്തേക്ക് ഇനി ജീവിക്കില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഷാരോണിൻ്റെ പപ്പയെ രാവിലെ 5:30 മണിക്ക് ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയപ്പോഴത്തേക്ക് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, പപ്പ എനിക്ക് മാപ്പ് തരണം,
എന്ന് പറഞ്ഞാൽ അത് ഒളിച്ചു വെച്ചിരുന്നതിനും അത് ഈ ഇത്രയും സമയമായിട്ടും അത് പറയാത്തതിനും മറ്റെല്ലാവരും തമ്മിലുള്ള ബന്ധം അവിടെ വെച്ച് പറഞ്ഞു. ഞാനിനി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗ്രീഷ്മ കഷായത്തിൽ എനിക്ക് മാരകമായിട്ടുള്ള എന്തോ കലക്കി തന്നിട്ടുണ്ട്, അതിനുശേഷമാണ് എനിക്കിങ്ങനെ എല്ലാം സംഭവിച്ചത് എന്നും പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് കോടതി പറഞ്ഞത്, ഈ പറഞ്ഞ സ്നേഹത്തെ അത്രയധികം ഒരു ആയുധമാക്കി മാറ്റി, പരിപാവനമായ പ്രണയത്തെ ഒരു ആയുധമാക്കി മാറ്റിയിട്ട് വിശ്വാസം ആർജിച്ച ശേഷം അതിക്രൂരമായിട്ട് ആ വിശ്വാസം മുതലാക്കിയിട്ട് വിഷം കൊടുത്ത് കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നാൽ. ഇപ്പോൾ പല നമ്മൾ ചർച്ചകളും കേൾക്കുമ്പോഴത്തേക്ക് തോന്നും ഒരുപക്ഷെ ഈ എന്തിന് ഒരു വധശിക്ഷ, അല്ലെങ്കിൽ ഇതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലേക്കാകുമോ? അങ്ങനെ വരുന്നതാണെങ്കിൽ ആലോചിക്കണം നമ്മൾ, ഇതൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് തെറ്റായിട്ട് എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന പരിണിത ഫലങ്ങൾ. എല്ലാ കേസിലും കൊടുക്കണമെന്നല്ല, തീർച്ചയായിട്ടും റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആണ് എങ്കിൽ പക്ഷേ അതിനൊരു മാനദണ്ഡം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വി.എസ്. വിനീത് കുമാർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആർജിക്കർ ബലാത്സംഗ കൊലപാതകത്തിന്റെ വിധി വന്ന ദിവസം കൂടിയാണല്ലോ. അതും രാജ്യം ചർച്ച ചെയ്ത അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകമാണ്. അതിലെ പ്രതിക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. രണ്ട് ജഡ്ജിമാർ അനുമാനങ്ങളിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായിരിക്കാം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നിയമത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമെന്ന് ഒരു വശത്ത് കണ്ടെത്തുന്നത് അപ്പുറത്ത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് വിലയിരുത്തുന്നത്? നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ ഈ അഭിഭാഷകർക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇവിടെ വന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാ തെളിവുകളെയും തലനാരിഴ കീറി പരിശോധിച്ച ജഡ്ജിമാർക്ക് ഒരു കാരണവശാലും മീഡിയയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ലിമിറ്റേഷൻസ്, പരിമിതി ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെ അത് പറയാൻ കഴിയില്ല. അപ്പം അഭിഭാഷകർക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില സമയങ്ങളിൽ ഇത് വെളിപ്പെടുത്താനേ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ്, ആ ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതാണോ ഇല്ലയോ എന്ന് ആ ജഡ്ജിന് മാത്രം വിലയിരുത്തി, ആ ജഡ്ജിന് മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു കേസാണ്. അത് കേസ് ടു കേസ് ഓരോന്നിലും വ്യത്യാസം വരും. അത് ഒരു പക്ഷേ നമ്മളിപ്പം ഈ റോയിയുടെ കേസിനകത്ത്, സഞ്ജയ് റോയിയുടെ കേസിനകത്തുണ്ടായിരിക്കുന്ന കേസിൻ്റെ യഥാർത്ഥ ഫാക്ട്സ് മുഴുവൻ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ അതിൻ്റെ വിധി നമ്മൾ വായിക്കാത്തൊരു സാഹചര്യത്തിലും, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കേസിനകത്ത് ഇതിനകത്തൊരു വധശിക്ഷ കൊടുക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എൻ്റെ അഭിപ്രായം മാറിയേക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നതുകൊണ്ട് മാത്രമാണ്. ആ വിശ്വാസം ഒരു ഡെവിളിഷ് തോട്ടിലേക്ക് ഈ ഗ്രീഷ്മ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നടത്തിയ കൊലപാതകമാണെന്ന് എന്നെ വാദിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസിൻ്റെ ഭാഗമായിട്ട് വാദിക്കാൻ പ്രേരിപ്പിച്ചത് അത്രയധികം ഞാൻ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ്. ആ വാദമുഖങ്ങൾ മുഖവിലേക്ക് എടുത്ത് കോടതി എല്ലാ ഈ ഭാഗങ്ങളും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തുലനം ചെയ്ത ശേഷം അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഒരുപടി കൂടി മുന്നിൽ നിൽക്കുന്നു എന്നും ഏജ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഈ കേസിനകത്ത് എടുക്കാൻ കഴിയില്ല എന്നും കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിനകത്ത് വധശിക്ഷ വിധിച്ചത്. നമ്മൾ നിയമം അതിനെ അനുശാസിക്കുന്നുണ്ട്, നിയമം അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമം മാറ്റിക്കൂടാ? അപ്പം മാറ്റേണ്ട, വധശിക്ഷ 302 ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതങ്ങ് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോടതിയും ഒരിക്കലും ഇത് കൊടുക്കില്ലല്ലോ. ശരിയാണ്, വധശിക്ഷ വേണമോ വേണ്ടയോ എന്നൊരു ചർച്ച വേറൊരു തലത്തിൽ നടക്കുന്നു. പക്ഷേ നഷ്ടപ്പെടുന്നവർക്ക് പരമാവധി ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. അതാണ് ഷാരോന്റെ അമ്മയും ആഗ്രഹിച്ചിരുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടണം എന്നുള്ളത്, ആ ആഗ്രഹമാണ് ഇപ്പോൾ കോടതി നടപ്പാക്കി കൊടുത്തിരിക്കുന്നത്. ഡിവൈഎസ്പി KJ ജോൺസണും നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ ജോൺസൺ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ, നിങ്ങളെയൊക്കെ ഇന്ന് കോടതി പലതവണ അഭിനന്ദിച്ചു. ഈ കേസിൽ വളരെ വേഗം അന്വേഷണവും അതിൻ്റെ നടപടികളും വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതിൽ. ശ്രീ KJ ജോൺസൺ, താങ്കൾ രാവിലെ മുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി, നിങ്ങളെ ഇപ്പോൾ 2022 ഒക്ടോബർ 29 അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. ഒക്ടോബർ 30 തന്നെ ഇത് കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയാണ്. ഈ കഷായത്തിൽ കീടനാശിനി കലർത്തി
എന്നുള്ള കുറ്റസമ്മതം പ്രതി നടത്തുന്നതിലേക്ക് എത്തുന്നു. ഒക്ടോബർ 31 തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. പക്ഷേ ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ഇതിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കേസ് തെളിയിച്ചിരിക്കുന്നത്. അത് ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെ ഗ്രീഷ്മയിലേക്ക് ചെന്നെത്തി? ഇത് പാറശാല പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായ കേസാണ്. അതിനെ തുടർന്നാണ് അവിടെ നിന്നും ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറുന്നത്. അങ്ങനെ 29-ാം തീയതി കേസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DSP ആയ എന്നെ അന്വേഷണം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങുകയും അതിന് പ്രകാരം ഞാൻ ഇതിൻ്റെ കേസ് ഫയൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ കേസ് ഫയൽ പരിശോധിച്ചപ്പോൾ അന്ന് പാറശാല പോലീസ് സ്റ്റേഷനിലെ SHO ഗ്രീഷ്മയെ കണ്ട് ചോദിച്ച് മൊഴിയെടുത്തതിൽ, വീട്ടിൽ പോയി കണ്ട് ചോദിച്ച് മൊഴിയെടുത്തതിൽ പറഞ്ഞ ചില കാര്യങ്ങളും, അവരുടെ ബന്ധുക്കളെ കണ്ട് ചോദിച്ച് ചില കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റ് ഈ മരണപ്പെട്ട ഷാരോണിൻ്റെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച മൊഴികളും മറ്റും ഒരു ആ ചെറിയ കാലയളവിന്, ചെറിയ സമയപരിധിക്കുള്ളിൽ ഒന്ന് വിശകലനം ചെയ്തതിൽ വെച്ച് ചില പൊരുത്തക്കേടുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗ്രീഷ്മയും അമ്മാവൻ, അമ്മ, ഒരു ബന്ധുവായ പെൺകുട്ടി, അതുപോലെ മറ്റ് ചില ആളുകളെയൊക്കെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിച്ചു വരുത്തിയത്. ആ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ സമയത്ത് തന്നെ ഗ്രീഷ്മയുടെ ഓഡിയോ ലഭ്യമായ ഷാരോണുമായിട്ടുള്ള ഫോൺ കോളുകൾ, മറ്റ് ചാറ്റുകൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ കണ്ട ഒരു ദൃശ്യം, അതായത് ഈ ജ്യൂസ് കുടിക്കുന്നതിന് വേണ്ടി ഒരു ചലഞ്ച് നടത്തിയതിൽ ഈ ജ്യൂസിൻ്റെ നിറവ്യത്യാസം അതും മറ്റും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നെ ആ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മ പറയുന്നത് ഈ പറയുന്ന കഷായം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഈ പാരസെറ്റമോളിന്റെ കാര്യമൊക്കെ ഈ ചോദ്യം ചെയ്യലാണോ ശ്രീ KJ ജോൺസൺ തെളിഞ്ഞത്? ഈ 50 പാരസെറ്റമോളുകൾ കലർത്തി ജ്യൂസ് നൽകി എന്നുള്ള കാര്യങ്ങൾ സംശയം ഇട കൊടുക്കാതെ തന്നെ ഗ്രീഷ്മ അത് പറയുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള മറ്റൊരു ബദൽ സംവിധാനം ഞങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു. അത് ആ രീതിയിൽ വെരിഫൈ ചെയ്തുകൊണ്ടേയിരുന്നു. വളരെ സെൻസേഷണലായിട്ടുള്ളൊരു കേസായതുകൊണ്ട് തന്നെ ആദ്യപടിയിൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും നമ്മൾ ക്രോസ് വെരിഫിക്കേഷന് വിധേയമാക്കിക്കൊണ്ടിരുന്നു. അതിൽ വെച്ചാണ് ആദ്യപടി എന്ന നിലയ്ക്ക് ഈ പറയുന്ന ഗ്രീഷ്മ അത്തരമൊരു ആയുർവേദ ചികിത്സ തേടിയിട്ടില്ല എന്നും ഒരു ഡോക്ടറും ഇവർക്ക് ഇത്തരമൊരു മരുന്ന് കുറിച്ച് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ഗ്രീഷ്മ എന്തോ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി മറ്റ് പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത തേടി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. ഓഗസ്റ്റ് 22-നാണ് ജ്യൂസ് ചലഞ്ച് നടത്തിയത്. അതിന്റെ വീഡിയോ ഷാരോൺ തന്നെ ചിത്രീകരിച്ചിരുന്നു. ഷാരോന്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുകയായിരുന്നു. 50 പാരസെറ്റമോളുകൾ കലർത്തി നൽകുകയാണ്. അതിൽ രുചിവ്യത്യാസം തോന്നിയതിനാൽ അപ്പോൾ തന്നെ അത് കളയുകയായിരുന്നു. അത് മുഴുവനായി കുടിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം ആണ് ഈ കഷായത്തിലേക്ക് എത്തുന്നത്. കഷായം കൊടുക്കുന്ന കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചുള്ള രണ്ടാമത്തെ നടപടിയിലേക്ക് പോകുന്നത്. ഞാൻ ശ്രീ KJ ജോൺസണിലേക്ക് വരാം. ഫോൺ കണക്ഷൻ ഒന്ന് കട്ടായിട്ടുണ്ട്. ഡോക്ടർ LC ഉമ്മനിലേക്കാണ്. ഡോക്ടർ LC ഉമ്മൻ, ഗ്രീഷ്മ എന്ന 22-കാരിയാണ് ഈ കൃത്യം നിർവഹിച്ചത്. 2 വർഷത്തെ പരിചയമാണ്. 2021-ലാണ് ഇവർ പ്രണയത്തിലാകുന്നത്, പരിചയപ്പെടുന്നത്. 2022-ലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി, കണ്ടാൽ തന്നെ നല്ല ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖം. അപ്പോൾ എങ്ങനെയാണ് ഈ തരത്തിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരു രൂപത്തിലേക്ക് ചിന്തകൾ പോവുക? ഒരാളെ പ്രണയിച്ചു, ആ പ്രണയം വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ പരസ്പരം പിരിയാനുള്ള വഴികളൊക്കെയുണ്ട്. അത് ഷാരോൺ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റു തരത്തിലുള്ള നിയമ വഴികളും തേടാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരാളെ ഇല്ലാതാക്കാം എന്ന ചിന്തയിലേക്ക് ഒരു പെൺകുട്ടിയുടെ മനസ്സ് ചെന്നെത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അസാധാരണമായ രീതിയിലുള്ള കേസാണെന്ന് കോടതി വിലയിരുത്തുമ്പോൾ അത് തന്നെയാണോ ഇപ്പോൾ ഡോക്ടർ LC ഉമ്മനും തോന്നുന്നത്?
ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലും നമ്മൾ ദൈനംദിന ഒ.പിയിൽ കണ്ടുവരുന്ന കേസസിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയും താങ്കളുടെ ചോദ്യം വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾ മറ്റ് ബൗദ്ധികമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റ് മാർഗങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അതൊന്നും തേടാതെ ഈ ഒരു രീതിയിലേക്ക് പോയി എന്നുള്ളത്. ഇവിടെയാണ് നമുക്ക് വ്യക്തിത്വ വൈകല്യത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തരം വ്യക്തിത്വമുണ്ട്. അതിപ്പോൾ ഒരാളുടെ വ്യക്തിത്വമായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ വ്യക്തിത്വം. ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന ആ ഒരു സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രത്യേകതരം വ്യക്തിത്വം ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഹിസ്ട്രിയോണിക്, ബോർഡർ ലൈൻ, ആൻറ്റി സോഷ്യൽ, നാർസിസിസ്റ്റിക്. ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം അതിനൊരു ഉത്തരമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് വളരെയധികം പ്രഗത്ഭമായിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഉന്നതിയിലുള്ള ആളായിരിക്കാം, ഹൈലി മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ ബുദ്ധിയും അവരുടെ സാഹചര്യവും അവരുടെ ഇപ്പോൾ ഈ അഡ്വാൻസ് ടെക്നോളജിയിലുള്ള വൈഭവവും എല്ലാം തന്നെ അവരവരുടെ മാനിപ്പുലേഷന് വേണ്ടിയിട്ട്, കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ചാമിങ് ആയിട്ട്, വളരെയധികം അട്രാക്റ്റീവായിട്ട്, നല്ല രീതിയിൽ സരസമായും അല്ലാതെയും സംസാരിക്കാനും കൺവിൻസ് ചെയ്യാനും ഒക്കെയുമുള്ളൊരു വൈഭവം ഈ കൂട്ടർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഇവർ പ്രത്യക്ഷത്തിൽ അവർ അപകടകാരിയല്ല എന്ന് നമുക്ക് തോന്നിയാലും അവരുടെ ഉള്ളിൽ ഇത്തരം ഒരു ക്രിമിനൽ വാസനയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ വൈഭവവും ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയറും ഒക്കെയും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അതുതന്നെയല്ല, ഇതിനൊക്കെയും ആഡ് ഓൺ ചെയ്ത് അവരെ ഈ ഒരു ക്രൈമിലേക്ക് എത്തിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറ്റബോധം തെല്ലും ഉണ്ടായിരിക്കത്തില്ല. രാവിലെ മുതൽ നമ്മൾ സ്ക്രോൾ കാണുന്നതാണ്, കുറ്റബോധം ഇല്ല എന്ന് പലരും പറഞ്ഞു നമ്മൾ കേട്ടു. ഈ 2 വർഷം മുമ്പേ ചർച്ച ചെയ്തപ്പോഴും ഇതേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. റിമോഴ്സ് അല്ലെങ്കിൽ ഗിൽറ്റ്, അവർക്ക് എമ്പതി, മറ്റുള്ളവരോടൊരു സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ മനോഭാവം, ഇതൊന്നും തന്നെ ഇവർക്കുണ്ടാകുകയില്ല. അവരുടെ കൃത്യം അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കുൽസിത പ്രവൃത്തിയും ചെയ്യുക, അല്ലെങ്കിൽ എന്ത് വളഞ്ഞ വഴിയും തേടുക, അത് നിയമത്തെ കളിപ്പിക്കുന്നതിനാണെങ്കിലും മറ്റുള്ളവരോടും ആ രീതിയിൽ കൺവിൻസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണെങ്കിലും ഒക്കെ അവരത് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇത്തരം ഒരു ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം പലപ്പോഴും അവർക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും പറ്റാതെ വരും. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അത് ഇൻറ്റൻസ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഇൻറ്റൻസിറ്റിയിൽ അത് ഏത് പരിധി വരെയും എത്തപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ അതേ വേഗതയിൽ തന്നെ അത് ഡ്രോപ്പ് ചെയ്യാനുമുള്ളൊരു മനസ്സവർ കാണിക്കാറുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചും ഒരു തെല്ല് കുറ്റബോധം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള ഒരു കുറവ് ഈ കൂട്ടർക്ക് തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, കാലാകാലങ്ങളിൽ എന്തൊക്കെ തരമാണോ അവർക്ക് ആ ഒരു ഡിജിറ്റൽ ഒരു അഡ്വാൻസ്മെൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് തരം അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ നോവലിലൂടെ ആയിരിക്കും, ഓരോ കാലങ്ങളിൽ ഏതാണോ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും. അതുതന്നെയാണ് നമ്മളിപ്പോൾ കേട്ടറിഞ്ഞതും. ഇപ്പോൾ ഗൂഗിളിലൂടെ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണല്ലോ, വെൽ സ്റ്റഡീഡ് ആയിട്ട്, വെൽ പ്ലാൻഡ് ആയിട്ട്. ശരി, ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഡോക്ടർ KJ ജോൺസൺ എന്ന് എനിക്ക് അറിയണം. ശ്രീ KJ ജോൺസൺ, ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മയുടെ സ്വഭാവത്തെ എങ്ങനെയാണ് താങ്കൾക്ക് വിശകലനം ചെയ്യാനായത്? ഈ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണോ? അവസാന നിമിഷം വരെ താൻ കുറ്റം ചെയ്തിട്ടില്ല, താൻ സ്ഥിരമായ കഷായം കഴിച്ചിരുന്നു, തനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ പിന്നീട് അത് ബന്ധുവിൻ്റെ പ്രതികരണത്തിൽ മൊഴിയിൽ നിന്ന് തന്നെ അത് തെറ്റാണ് എന്ന് തെളിയുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? താൻ കാരണം ഒരാൾ മരിച്ചു എന്നുള്ള കുറ്റബോധം ഒട്ടുമില്ലാതെയായിരുന്നു അവരുടെ പ്രതികരണം. അതായത് ഗ്രീഷ്മയെ സംബന്ധിച്ചോളം ഈ പറയുന്ന 22-23 വയസ്സുള്ള വിദ്യാസമ്പന്നയായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ യുവതിക്ക് താൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് പാപഭാരം അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെതായിട്ടുള്ള വലിയ ക്രൂരകൃത്യം ചെയ്തതായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള മാനസികമായ ഒരു വീക്ഷണം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൂടാതെ അത് ഒരു നോർമലായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത അതേ ലാഘവത്തോടു കൂടി തന്നെയാണ്
പിന്നീടുള്ള എല്ലാ സമീപനങ്ങളിലും ചോദ്യം ചെയ്യലിനോടും പോലീസിനോടുള്ള ഇടപെടലുകളിലും ഒക്കെ തന്നെ ഈ പിന്നെ ഗ്രീഷ്മ പ്രവർത്തിച്ചത്. അത് പിന്നെ ഈ ആദ്യം തന്നെ അതിനു മുമ്പ് ഗ്രീഷ്മ കോടതി നിരീക്ഷിച്ചതുപോലെ തന്നെ ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, ആദ്യത്തേത് നടത്തിയത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അന്ന് ഭാഗ്യം കൊണ്ടും അതിൻ്റെ കലർത്തിയ ഗുളികയുടെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഷാരോൺ രക്ഷപ്പെട്ടത്. അതിനു മുമ്പ് ചില കഥകൾ ഇറക്കിയിരുന്നു. അതായത് ഭാവനാ സങ്കല്പത്തിലുള്ള കഥകൾ ഇറക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആദ്യ ഭർത്താവ് ദുർമരണപ്പെട്ടു പോവും, അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ മരണപ്പെട്ടു എന്ന് മാനസികമായിട്ട് എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ള തന്ത്രം പ്രയോഗിച്ചു. പക്ഷെ അതും വിജയിക്കാതെ വന്നപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഗ്രീഷ്മ ഈ ഷാരോണിനെ വകവരുത്താൻ തീരുമാനിക്കുന്നത്. അല്ലാതെ പെട്ടെന്നെടുത്ത തീരുമാനമല്ല. അത് വളരെ ആസൂത്രിതമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പോലീസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയണം, മറ്റ് ബന്ധുക്കളെയൊക്കെ ഏതൊക്കെ രീതിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് ആണ് ഗ്രീഷ്മ ഇത് ചെയ്തത്. അതുകൊണ്ട് അല്ലെങ്കിൽ പാപഭാരത്തിൻ്റെ ഒരു മാനസിക തലത്തിലുള്ള ഒരു ഗ്രീഷ്മേനെ ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യൽ വേളയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ശരി ഷിമോൺ, ഇപ്പോൾ ഈ വിവാഹം കഴിച്ചാൽ ഭർത്താവ് താൻ കാരണം മരിക്കും എന്ന് ജോത്സ്യൻ പ്രവചിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗ്രീഷ്മ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ഷാരോൺ അറിയിച്ചിരുന്നോ? ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് വിവാഹത്തിന് മടിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? ഇല്ലില്ല, അങ്ങനെയുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ജോൾസിൻ്റെ കാര്യം അത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല. അവൾ ഇറങ്ങി വരും, അല്ലെങ്കിൽ നവംബറിൽ ഷാരോണിൻ്റെ കൂടെ ഇറങ്ങി വരും, ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. അത് ഷാരോൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു ഇഷ്ടമല്ലേ, അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഗ്രീഷ്മയാണ് സമ്മതിക്കാത്തത്, വീട്ടിൽ പോയി ചോദിക്കണ്ട എന്നുള്ള രീതിയിൽ. ഈ നിങ്ങൾ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്ത ബന്ധമാണ്, അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ വീട്ടിൽ വരാറുണ്ടായിരുന്നു? നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എത്താറുണ്ടായിരുന്നോ? അമ്മയുമായിട്ടൊക്കെ സംസാരിക്കാറുള്ള ആളാണോ? ഇല്ലില്ല, അങ്ങനെ വീട്ടിലൊന്നും വന്നിട്ടില്ല. അവർ രണ്ടുപേരും പഠിക്കുകയല്ലേ, രണ്ടുപേരും കോളേജിലായിരുന്നു. ആ ഒരു ടൈമാണ്. അമ്മയടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അമ്മയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് സംസാരിക്കുന്ന കാര്യം അമ്മയും അവളുടെ അടുത്ത് പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. പിന്നെ അല്ലാതെ അമ്മ വർക്ക് ചെയ്യുന്നിടത്ത് ഷാരോണും അവരും രണ്ടുപേരും പോകുന്ന ബസ് സ്റ്റോപ്പ് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നും അമ്മ കണ്ടിട്ടുള്ളതാണ് ഗ്രീഷ്മനെ. അന്നൊക്കെ അമ്മയോട് നന്നായി സംസാരിച്ചിരുന്നു അല്ലേ? നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഫോൺ വിളിച്ചപ്പോൾ ഗ്രീഷ്മ ഈ രീതിയിലാണ് പറഞ്ഞത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റും, വേറെ സ്ഥലത്ത് കൊണ്ടുപോകും, അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇപ്പം വന്ന് പറയണ്ട എന്നുള്ള രീതിയിൽ, നവംബർ ആകുമ്പം അവൾ ഇങ്ങോട്ട് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളെന്നാലും നേരെ ഉള്ള രീതിയിൽ കല്യാണം നടത്താൻ വേണ്ടി കുറേ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ ഭാഗത്തുനിന്നായാലും അമ്മയുടെ ഭാഗത്തുനിന്നായാലും പപ്പയുടെ ഭാഗത്തുനിന്നായാലും ഞങ്ങൾ ശ്രമിച്ചതായിരുന്നു. ശരി, ഈ വിധിയോടുകൂടി നൽകുന്ന ഒരു സന്ദേശം എന്താണ് എന്നാണ് ഇപ്പോൾ ഷിമോണിന് പറയാനുള്ളത്? ഇതിപ്പോൾ ജഡ്ജി ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ കോടതിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു അച്ഛനും അമ്മയും എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ വിധി കേൾക്കാൻ അവരെ അകത്തേക്ക് വിളിക്കണം, അകത്ത് വിളിച്ചിരുത്തണം എന്ന് കോടതി ആദ്യം തന്നെ പറഞ്ഞു, ജഡ്ജി പറയുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും അകത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട്, അഭിഭാഷകരുടെ റോയിൽ അതിനടുത്ത് പോയിരിക്കുന്നു. അതിനുശേഷമാണ് വിധി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി അത് അച്ഛനും അമ്മയും മുഴുവനായിട്ട് കേൾക്കണം, അവർക്കിതാ നീതി നൽകുന്നു എന്ന് കോടതി അവർ കൂടി കേൾക്കട്ടെ എന്ന രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി. കാരണം ആ ഒരു ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് അതേപോലെ അമ്മേനെയും അച്ഛനെയും അകത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് സുഖമില്ല, മെയിനായിട്ടും അതായിരുന്നു. അവർക്ക് പപ്പയ്ക്ക് സുഖമില്ല. അപ്പോൾ അവിടെ പുറത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിച്ച് അകത്തിരുത്തുകയാണ് ഉണ്ടായത്. സുഖമില്ലാത്തതായിരുന്നു ഒന്നാമത്തെ കൺസിഡറേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുശേഷമാണ് ജഡ്ജ്മെൻറ്റിൽ വായിച്ചതും ഓരോന്നായിട്ട് പറഞ്ഞ് ജഡ്ജി ഇത് ശിക്ഷ വന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്, കേൾക്കാൻ പറ്റിയത്.
സോ അതിൽ നല്ലപോലെ സന്തോഷം തോന്നുന്നു. ശ്രീ കെ ജെ ജോൺസൺ, ഇപ്പോൾ ഈ കേസിൽ ആ കുടുംബം പിന്തുണ നൽകിയിരിക്കുന്നു. ആ കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും ആ കുടുംബം നൽകിയെന്നുള്ള കാര്യങ്ങളടക്കം താങ്കൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇതിൽ അമ്മയുടെ പങ്ക് തെളിയിക്കാനായില്ല, അമ്മയുടെ സഹായം തെളിയിക്കാനായില്ല. മൂന്നാം പ്രതി അമ്മാവന്റെ സഹായം തെളിയിക്കാനാകുന്നു, 3 വർഷം തടവും ലഭിക്കുന്നു. അവിടെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പറ്റാതിരുന്നാണോ? നേരത്തെ പറഞ്ഞ പോലെ ദൃക്സാക്ഷികളില്ലാത്തതാണ്, സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. ഈ കേസിൽ അന്വേഷണ സംഘം ഒരു തരത്തിലുമുള്ള ഒരു കൃത്രിമമായ തെളിവുകളോ സാങ്കല്പികമായി സൃഷ്ടിച്ച മറ്റു തെളിവുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടാക്കിയെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അവിടെ ലഭ്യമായ തെളിവുകളാണ് നമ്മൾ ആശ്രയിച്ചതും അതുതന്നെയാണ് കോടതിയെ ബോധ്യപ്പെട്ടതും. അത് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മറ്റ് തരത്തിലുള്ള തെളിവുകളും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ജെന്യൂനായിട്ടുള്ള വളരെ പൂർണ്ണതയിലായിട്ടുള്ള അന്വേഷണമാണ് നടന്നത്. അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ വീണ്ടും പരിശോധിക്കും. വളരെ നന്ദി ശ്രീ കെ ജെ ജോൺസണിനൊപ്പം തന്നെ ശ്രീ ഷിമോൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ബി കെമാൽ പാഷ നമ്മോടൊപ്പമുണ്ട്. ഷാരോന്റെ ബന്ധു സജിൻ, ഡോക്ടർ എൽസി ഉമ്മൻ തുടരുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകനും. ആദ്യം ഞാൻ ജസ്റ്റിസ് കെമാൽ പാഷയിലേക്ക് ആദ്യ ഭാഗത്ത് പോവുകയാണ്. ജസ്റ്റിസ് കെമാൽ പാഷ, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടാണ് ഗ്രീഷ്മയ്ക്കിപ്പോൾ നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ നൽകിയിരിക്കുന്നത്. വിധിയെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇത് ഒരു അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഫാക്ട്സൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരിക്കലും. കാരണം ആ രീതിയിലുള്ള ഒരു കേസായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. ബച്ചൻ സിംഗ് കേസിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആദ്യം ഈ വിധി പുറപ്പെടുവിക്കുന്നത്. ഈ റയറസ്റ്റ് എമംഗ് റയർ ആയിരിക്കണം. ഇനി റയറസ്റ്റ് എമംഗ് റയർ എങ്ങനെ ആകും എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. അതായത് വെൻ ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ്. ജീവപര്യന്തം തടവെന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമാണ് എന്നുള്ള സംശയലവലേശമന്യേ കാണണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസിലെ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ, ഡെത്ത് പെനാൽറ്റി. ഇപ്പം എല്ലാ മർഡറും എല്ലാ കൊലപാതകവും ബ്രൂട്ടലാണ്, നമുക്ക് പറയാം. ബ്രൂട്ടൽ അല്ലാത്ത കൊലപാതകങ്ങളില്ല. ഏത് കൊലപാതകവും വെറുതെ ഒന്ന് കൊന്നതല്ല ഉള്ളൂ എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. കൊലപാതകം തന്നെയാണ്, അതെല്ലാം ബ്രൂട്ടലുമാണ് ഡെത്ത്. ആ ബ്രൂട്ടലായി എന്നുള്ള ഒരു കാരണം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അത് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ഡയബോളിക്കൽ, ബ്രൂട്ടൽ, ഇതൊക്കെ സുപ്രീം കോടതി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരണം. അത് മാത്രമല്ല മെസ്സേജ്, ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ്, അത് സൊസൈറ്റി ഒരു റിസ്കിലായിരിക്കണം. ആ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കൊടുക്കുന്നത്, വധശിക്ഷ കൊടുക്കുന്നത്. അല്ലാതെ സാധാരണ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മർഡേഴ്സ് എപ്പോഴും അതുപോലെ ഒരുപാട് ഒരു 2, 3, 4 കൊലപാതകങ്ങളൊക്കെ അങ്ങ് നടക്കുക ഒന്നിച്ച്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് ആ ഫാക്ട്സ് പോലും ചിലപ്പോഴും മാത്രമേ ഉള്ളൂ അത് റയറസ്റ്റ് എമംഗ് റയർ ആവുന്നത്, ഇല്ലെങ്കിൽ ആവുകയില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന് ഈ കേസിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയതും അതായത് അതിൻ്റെ പ്രതിഭാഗം വെർഷൻ എന്നൊക്കെ പറയുന്നത്, ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു, ശല്യം ചെയ്തു, ഫോട്ടോകളും അതുപോലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. അത് വെച്ചുകൊണ്ടുള്ള ഭീഷണിയായി, അതിന് വേറെ കല്യാണമൊന്നും നടക്കത്തില്ല, ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ഉടനെ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതിനകത്ത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്. കാരണം ഈ പെൺകുട്ടിയെ അങ്ങ് ഒതുക്കി ചെന്നൊരു കോർണർ ചെയ്തങ്ങ് കൊണ്ടുവച്ചു. അതിന് വേറെ മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ എന്തുവാണെന്നറിയാമോ, അതങ്ങ് കൊന്നേക്കാമെന്ന് വിചാരിച്ചു. ഇതായിരിക്കാം അങ്ങേയറ്റം, ഇതേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രായം 24 വയസ്സേ ഉള്ളൂ. ഇതിന് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമ്പോൾ, ഒരുത്തൻ മരിക്കാൻ ഉള്ള ഇടയാവുമ്പോൾ, ഒരു കൊല നടക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടേ. അതിൻ്റെ വീട്ടിൽ വന്നതാണ്, തിരിച്ചിറങ്ങി പോയിട്ടാണ് ഈ സംഭവിച്ചേക്കുന്നത്, ഇറങ്ങിപ്പോയിട്ട് മരിച്ചു പോവാണ്, പ്രശ്നമാവും. ഇതെങ്ങനെ അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? അതിനുള്ള ആ ചിന്താശേഷി പോലും ആയിട്ടില്ല ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അത് മാത്രമല്ല അതിനകത്ത് പറ്റിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മെച്യൂർ മൈൻഡാണ്, ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ തൂക്കം വിധിക്കുക എന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുക എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ ചിന്തിക്കണം.
ഇത് മാത്രമല്ല, ഇത് നമ്മുടെ സമൂഹത്തിലൊരു വല്ലാത്തൊരു കാഴ്ചപ്പാടുള്ളത്. ഒരു പെണ്ണല്ലേ ഇത് ചെയ്തേക്കുന്നത്, അവൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് ആളുകൾ പറയും. എന്തോ അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരാൽ കൊല്ലപ്പെടുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ RG കാർ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലെ അതിൻ്റെ വിധി വന്നല്ലോ. വളരെ അത്ഭുതമായി പോയി ആ വിധി, എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ റയറാവാവുന്ന കേസാണത്. പക്ഷേ അവിടെ അവന് ജീവപര്യന്തമാണ് തടവ് ശിക്ഷ കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതൊക്കെ നിയമത്തിൻ്റെ ഒരു ആ പ്രോപ്പറായിട്ടുള്ള അപ്രീസിയേഷൻ ഓഫ് ഇതില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. ഇതിനകത്ത് റയറസ്റ്റ് അമംഗ് റയറായിട്ട് കാണാൻ ഒന്നുമില്ല. ഒരുത്തനക്കൊന്ന് ശരിയായ വിഷം കൊടുത്തു വന്നു, അതിന് അങ്ങേയറ്റം ചെയ്യാവുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊടുക്കാം. ലൈഫായാലും ഇന്നത്തെ കാലത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ഫോർ ലൈഫ് തന്നെയാണ്. അല്ലെങ്കിൽ അതിന് റെമിഷൻ എങ്ങാനും വേണം. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇനിയുള്ള കാലത്ത് റെമിഷനൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേസായിരുന്നില്ല ഇതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കെമാൽ പാഷ, ഈ 48 സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തൂക്കുകയർ എന്ന് കൂടിയാണ് കോടതി പറയുന്നത്. അപ്പോഴാണ് ഈ പ്രതിയുടെ പ്രായം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴാണ് 24 വയസ്സ്, അന്ന് 22 വയസ്സ്. 22 വയസ്സൊരു പ്രായം, അത് ഘടകമല്ല എന്ന് കോടതി പറയുന്നത് ആ പ്രവൃത്തിയുടെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണല്ലോ. മുൻപ് ക്രൈം ചെയ്തിട്ടില്ല എന്നത് കോടതി പരിഗണിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ കോടതിയുടെ ഈ സമീപനം പുതുമയുള്ളതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? ഇതിൽ അപൂർവതയില്ല എന്ന് പറയുമ്പോൾ പുതുമയുള്ള സമീപനത്തിലേക്ക് കോടതി എത്തി എന്നാണോ? സുപ്രീം കോടതിയുടെ ഒന്നിലധികം വിധികളുണ്ട്. അതായത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്ന് പറഞ്ഞാൽ മധ്യവയസ്കന്മാർക്ക് മാത്രമേ ഉള്ളൂ റിസ്ക്. മധ്യവയസ്കൻ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവന് തൂക്കം വിധിക്കാം എന്ന് ഞങ്ങൾ തമാശയായിട്ട് പറയും. ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ്. വളരെ ചെറുപ്പമായിരിക്കാനും പാടില്ല, വളരെ പ്രായം കൂടാനും പാടില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരിക്കൽ ഒരു പ്രതിക്ക് 21 വയസ്സുകാരന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വധശിക്ഷ. അത് കൊടുക്കാൻ കാരണം അത് കരാട്ടെ ഫറൂഖ് എന്ന് പറയുന്ന 1-ാം പ്രതിയുമായിട്ട് ചേർന്ന് 1-ാം പ്രതി ബോംബ് കൊടുത്തു. ഈ 2-ാം പ്രതിയാണ് എറിയുന്നത്. ഈ 2-ാം പ്രതിക്ക് 21 വയസ്സേ ഉള്ളൂ. അവന് നല്ല ഉന്നമാണ്. ആ കറക്റ്റ് എത്ര ദൂരം നിന്നായാലും ആ കറക്റ്റ് പോയിന്റിൽ എറിയും. അങ്ങനെയാണ് ഈ കബീറിനെ എറിഞ്ഞ് തലയിൽ എറിഞ്ഞു വന്നത്. 2 പോലീസുകാർ കൊണ്ടുപോവുക ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ആ പോലീസുകാരുടെ തലയിലൊന്നും അത് കൊണ്ടില്ല, ഇവൻ്റെ തലയിൽ തന്നെ കൊണ്ടിട്ട് അതങ്ങ് ചെതറി പോയി എന്നുള്ളതാണ്. തലയില്ല, അതുപോലെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇതിൽ അത് നിർബന്ധമായിട്ടും റയറസ്റ്റ് അമംഗ് റയറാണ് വരേണ്ടതാണ്. കാരണം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയെയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇവന് കൊടുക്കാതെ കരാട്ടെ ഫറൂഖിന് മാത്രം തൂക്കം എത്തിക്കാനും പറ്റത്തില്ല. കാരണം അയാൾ ബോംബ് കൊടുത്തതേ ഉള്ളൂ, എറിഞ്ഞതവനാണ്. അപ്പോൾ ഇവനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ 21 വയസ്സുകാരന് ഞാൻ കൊടുത്തു. ഞാൻ അതിൻ്റെ റീസണും എഴുതിയിരുന്നു. കേരള ഹൈക്കോടതി അത് കൺഫേം ചെയ്തതാണ്. അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കൺവിക്ഷൻ മാത്രം ചലഞ്ച് ചെയ്തു, സെൻറ്റൻസ് മാത്രം ചലഞ്ച് ചെയ്തു, കൺവിക്ഷൻ ചലഞ്ച് ചെയ്തില്ല. ആ സെൻറ്റൻസ് മാത്രമേ പറയാനുള്ളെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറയാത്തതുകൊണ്ട് അത് ശരിയാക്കി അവർ ലൈഫായിട്ട് കൊടുത്തു. കരാട്ടെ ഫറൂഖ് ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. മറ്റേ ആളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് പ്രായം കുറഞ്ഞ പ്രതിയാണ്. ആ പ്രായം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ചെയ്തത്. അയാളെ ഒഴിവാക്കാൻ എനിക്ക് മാർഗമില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായിട്ട് വന്നത്. പക്ഷേ അതുകൊണ്ട് ഇത് പ്രായം ഒരു മാനദണ്ഡം അല്ല എന്ന് പറയുന്നത് ശരിയല്ല. സുപ്രീം കോടതിയിൽ അത് തന്നെ ഒന്നിലധികം വിധികളുണ്ട്. ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നുണ്ട്. അതാവാൻ പാടില്ല. ഒരുപാട് പ്രായമുള്ള ആളിനും കൊടുക്കുകയില്ല, ഒരുപാട് പ്രായം കുറഞ്ഞ ആളിനും കൊടുക്കുകയില്ല. അങ്ങനെ ഉണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. ഞാൻ സജിനിലേക്ക് പോകുന്നു. ഷാരോന്റെ ബന്ധുവാണ്. ഡോക്ടർ എൽ സി ഉമ്മൻ തുടരുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുമുണ്ട്. ആദ്യം സജിൻ, ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് വേറെ രൂപത്തിൽ എടുക്കേണ്ടതില്ല. ഒരു ജഡ്ജി എന്ന നിലയ്ക്ക് വിവിധ കേസുകളെ ഏത് രൂപത്തിൽ സമീപിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. അത് നിങ്ങളത് വ്യക്തിപരമായി എടുക്കരുത്. ഇപ്പോൾ ഈ വിധിയിൽ സജിൻ്റെ മൊഴി വളരെ നിർണായകമായിട്ടുണ്ട് ഈ കേസിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജിൻ ഷാരോന്റെ ബന്ധു മാത്രമല്ല, അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. വീട്ടിൽ വെച്ച് നടത്തിയ രഹസ്യ വിവാഹം അതിനടക്കം സാക്ഷിയായത് സജിനായിരുന്നു അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബന്ധം മോശമാകുന്നു അല്ലെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് സജിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് ഒരു ഘട്ടമായപ്പോഴേക്കും തനിക്ക് അതിൽ നിന്ന് പിന്തിരിയുന്നുണ്ടായിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല ഷാരോൺ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുകൾ, സംഭവങ്ങൾ ഓർത്തെടുക്കാനാകുന്നുണ്ടോ?
നേരത്തെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷാരോൺ ചേട്ടനും ഗ്രീഷ്മയും തമ്മിലൊരു ഈ റിലേഷൻ്റെ അതായത് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ട് മാരേജ് ഫിക്സ് ചെയ്തല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് ഇവർ തമ്മിൽ ഒരു പിണക്കത്തിലാവുമായിരുന്നു. ഒരു മാസത്തോളം ചാറ്റുകളൊന്നുമില്ല. സോ ഇവർ തമ്മിലൊരു അടുപ്പത്തിലല്ലായിരുന്നു. സോ പിന്നീട് ചേട്ടൻ ഓക്കെ വരുമായിരുന്നു. ഞാൻ ഓക്കെ ആയി എടുത്തിരുന്നു. കാരണം നമുക്ക് വേണ്ടാത്തവർ നമുക്ക് വേണ്ട. അതുപോലെ ചേട്ടനെല്ലാം ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഗ്രീഷ്മ എന്നുള്ള വ്യക്തി വീണ്ടും ചാറ്റ് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് വരികയും പിന്നെ ചേട്ടനെ വലിച്ച് എന്താ പറയുക ആ ഒരു കെണിയിലോട്ട് രണ്ടാമത് ഗ്രീഷ്മ വിളിച്ച് വരുത്തിയതാണ്. ഒരു താലിയുടെ രൂപത്തിലാണ് രണ്ടാമത് വന്നത് ഗ്രീഷ്മ. സോ ഗ്രീഷ്മയുടെ അവിടെ നിന്ന് മുതലാണ് ഗ്രീഷ്മ അവളുടെ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അല്ല, ബന്ധത്തിൽ നിന്ന് വിടുതൽ നേടാനതിൽ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് ഷാരോൺ എത്തിയെങ്കിൽ പിന്നീട് വീണ്ടും ഗ്രീഷ്മ വന്നിട്ട് ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് അതെങ്ങനെയാണത് ഒന്ന് വിശദീകരിക്കാമോ? ഗ്രീഷ്മ പിന്നീട് വീണ്ടും എന്തിനാണ് വന്നത്? തിരിച്ചു വന്നത് ചേട്ടനുമായിട്ട് അടുത്തതിന് ശേഷം, അതായത് പ്രണയിക്കാം, കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം ഗ്രീഷ്മ വീണ്ടും നൽകുകയാണ് ഉണ്ടായത്. സോ അതിൽ ചേട്ടൻ അങ്ങ് വിശ്വസിച്ച് പോയി. ചേട്ടൻ്റെ ഒരു ആത്മാർത്ഥ പ്രണയമായിരുന്നു. സോ ചേട്ടനും എന്താ പറയുക അവർ തമ്മിൽ വീണ്ടും അടുക്കുകയും അങ്ങനെ കുറച്ച് ദിവസം പോവുകയും പിന്നെ ഗ്രീഷ്മയുടെ പദ്ധതി ആയിരുന്നു എന്ന് നമുക്ക് അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. സോ എന്താ പറയുക പിന്നീട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്നോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. സോ അതിനുശേഷം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തായാലും ചേട്ടനൊന്നും പറഞ്ഞില്ല, ചേട്ടനും തോന്നിയിട്ടില്ല. പിന്നെ അവസാനം ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് വലിയച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഗ്രീഷ്മ ഞാനും അത്യാവശ്യം സംസാരിക്കുമായിരുന്നു. ഞാൻ ചേട്ടത്തിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അവളെ ഒരു ക്രൂവൽ മൈൻഡ് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക സ്നേഹത്തിലാണ് എൻ്റെ ചേട്ടനെ അവൾ വിഷം നൽകി കൊന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത് സംശയം തോന്നുന്ന രൂപത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ, ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ കേസിന്റെ വിധി വരുന്ന ദിവസം തന്നെയാണ് ആർജിക്കർ ബലാത്സംഗ കൊലപാതകത്തിലെ വിധിയും വരുന്നത്. അവിടെ തൂക്കുകയറില്ല എന്നുള്ളതാണ്, ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ രണ്ട് കേസുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് തൂക്കുകയർ എന്ന വിധി ഏത് ഘട്ടത്തിൽ നൽകാം, ഏത് ഘട്ടത്തിൽ നൽകുന്നില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ രണ്ട് വിധികളും പരിശോധിക്കുമ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ ഒരു കേസാണെന്ന് തോന്നുന്നില്ല. അത് ജഡ്ജ് സെൻട്രിക് ആണെന്ന് പറയാം. അതായത് ഒരു ന്യായാധിപന്റെ കാഴ്ചപ്പാട് വേറൊരാൾക്ക് അതേപടി ആകണമെന്നില്ല. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നതിന് സുപ്രീം കോടതി ചില ക്രൈറ്റീരിയ ഒക്കെ ലെറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും പല ഇന്റർപ്രിട്ടേഷൻ ആകാം. ഇപ്പോൾ തന്നെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ആ റേപ്പ് ആൻഡ് മർഡർ കേസ് അത് ഒരു അങ്ങനെ അത്യപൂർവമായ ഒരു കേസാണെന്ന് പറഞ്ഞ് വധശിക്ഷ കൊടുക്കാത്ത ഒരു സ്ഥിതിയിൽ ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു കാലമാണ് ലോകം മുഴുവൻ. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ലോ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പറയുന്നത് ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇത് കൂടാതെ പൂർവ്വവൈരാഗ്യമൊന്നുമില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ് ആളുകളെ കൊല്ലുന്ന കേസുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കേസുകളിൽ ഒഴികെ വധശിക്ഷ ഇല്ലാതാക്കണമെന്നാണ് ലോ കമ്മീഷന്റെയും റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ജസ്റ്റിസ് AP ഷായുടെ റിപ്പോർട്ട്. അപ്പൊ ആ രീതിയിൽ നോക്കിക്കണ്ടെങ്കിൽ നേരത്തെ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ വിധികളൊക്കെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ പ്രതി ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് അത് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് കൂടി എഴുതി വെക്കണം ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്താൻ ഈ കേസിലെ കുറ്റവാളിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് 24 വയസ്സേ ഉള്ളൂ. അപ്പം ഒരു കാരണവശാലും അവർക്ക് റിഫർമേഷനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് എഴുതാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ എഴുതാത്രത്തോളം കാര്യം ആ സെന്റൻസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കരുതുകയാണെങ്കിൽ, നമ്മൾ എവിഡൻസ് മുഴുവൻ വായിച്ചില്ല, തെളിവുകൾ മുഴുവൻ വായിച്ചില്ല, പക്ഷെ അതെല്ലാം സത്യമാണ്. സയന്റിഫിക് എവിഡൻസും സാഹചര്യ തെളിവുകളും എല്ലാം വെച്ച്
കോടതി അറൈവ് ചെയ്തത് ഇത് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത് ശരിയാണ് എന്ന് കരുതിയാൽ കൂടി വധശിക്ഷ അതിനൊരു ന്യായീകരണമാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ് അവർ കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ആ തെളിവുകൾ മുഴുവനായിട്ട് അപഗ്രഥിച്ച് അതെല്ലാം ശരിയാണെന്ന് കരുതുകയാണെങ്കിൽ കൂടി വധശിക്ഷ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ജീവപര്യന്തമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്തൊരു കാസ്റ്റ് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് പ്രായപൂർത്തിയായ വ്യക്തികൾ അവര് സ്വമേധയാ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനും സമാധാനപരമായിട്ട് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ അതിനുശേഷം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ രൂഢമൂലമായിരിക്കുന്ന ഒരു എവിളാണ്. അത് ആ മനസ്ഥിതി വെച്ചുകൊണ്ട് ഉള്ള ആളുകൾ ഈ വിധത്തിലുള്ള പ്രണയമൊന്നും നടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് എപ്പോഴും നമ്മൾ കാണും, കെവിന്റെ കേസാണെങ്കിലും ഇപ്പോൾ ഈ കേസാണെങ്കിലും ഒക്കെ എപ്പോഴും സമൂഹത്തിൽ അവർണർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എപ്പോഴും വിക്ടിം ആകുന്നത്. വളരെ ഖേദകരമാണ്. അതിന് ചികിത്സ വേണ്ടത് നമ്മുടെ ഫാമിലികളിൽ ഇതിൽ വിശ്വസിക്കുന്നവരിൽ ചിലർക്ക് കുറെ കൂടി മേന്മയുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന അവർക്കാണ് ചികിത്സ വേണ്ടത്. അവിടെ ആണ് പരിഹാരം ഉണ്ടാകുന്നത്. അല്ലാതെ വധശിക്ഷ കൊടുത്തതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പുഴുക്കുത്തില്ലാതാകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഡിറ്ററൻസ് എന്നൊക്കെ പറയും. ഡിറ്ററൻസ് എപ്പോഴും പെട്ടെന്ന് ഒരു കാര്യത്തിൽ അറൈവ് ചെയ്യുക, അതായത് കൂടുതൽ നീണ്ടുപോകാതെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ ഇതിൽ വളരെ നന്നായിട്ട് വന്നിട്ടുള്ളൂ. ഇതിൽ ജഡ്ജി ഈ ഷാരോണിന്റെ പ്രണയത്തെക്കുറിച്ച് വളരെയധികം വിശദമായി തന്നെ പറയുന്നു. ആ പ്രണയത്തിന് അടിമയായിരിക്കുകയാണ് ഷാരോൺ. അങ്ങനെ അവസാന നിമിഷം വരെ ഗ്രീഷ്മയുടെ പേര് പറയാതിരിക്കാൻ, ഗ്രീഷ്മയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അവസാന നിമിഷം വരെ ആ പേര് പറയാതിരിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രണയത്തിന്റെ തീവ്രതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെയാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പരാമർശങ്ങൾ സാധാരണഗതിയിൽ ഒരു വിധി പ്രസ്താവത്തിൽ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും അത് ഗ്രൂയിസം ക്രൈമാണ്. വളരെ വലിയ ഒരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൊലപാതകം എപ്പോഴും ക്രൂരമാകാറുണ്ട്. അതിൽ ഈ കേസിനകത്ത് ഈ പറഞ്ഞ ആസ്പെക്ട് എല്ലാം ഉണ്ട്. പക്ഷെ അതിന് വധശിക്ഷ മാത്രമേ ഉള്ളൂ. വധശിക്ഷ വേറൊരു ശിക്ഷയും അതിന് പരിഹാരമാകുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ട് മാത്രമേ വധശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് 24 വയസ്സുള്ള ഒരു സ്ത്രീക്ക് അതിന് റിഫർമേഷന് സാധ്യതയില്ല എന്ന് എഴുതാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വധശിക്ഷ എന്ന ഭാഗത്തോട് മാത്രം യോജിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് സ്പീഡിലി ജസ്റ്റിസ് എന്ന് പറയുന്നത്, പെട്ടെന്ന് വിചാരണ നടത്തി അതിൽ പഴുതുകൾ അടച്ച് അതെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത് അത് ശ്ലാഘനീയമാണ്. അത് ബാക്കിയുള്ളവർക്ക് ഒരു പാഠമാണ്. ഇങ്ങനെയുള്ള മനസ്ഥിതി ഉള്ളവർക്ക് ശിക്ഷ പെട്ടെന്ന് വരുമെന്നുള്ള ഒരു ധാരണ കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ വധശിക്ഷ എന്ന ആ ഒരു ഭാഗത്തോട് മാത്രം, സെന്റൻസിങ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ സമയമെടുത്തും പ്രതിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, ഏതൊക്കെ സാമൂഹ്യ പരിസ്ഥിതികളിലാണ് ഇങ്ങനെ ഒരു ബന്ധം ഫാമിലിയിൽ ആക്സെപ്റ്റബിൾ അല്ല എന്നൊക്കെ തോന്നുന്നു, അവിടെയാണ് ചികിത്സ വേണ്ടത്. അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വധിക്കപ്പെട്ട ആൾക്ക് നീതി കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈം ഇനി വരാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കുറ്റം ചെയ്ത ആളെ തൂക്കിക്കൊന്നത് കൊണ്ട് ഈ വധിക്കപ്പെട്ട ആൾക്കൊരു നീതി കിട്ടുന്നു എന്നുള്ള ധാരണ തെറ്റാണ്. ഷാരോണിന് നീതി കിട്ടണമെങ്കിൽ ഇനിയും ഷാരോൺ ഉണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുടുംബത്തിലും ചെറുപ്പക്കാരുടെ പോലും മനസ്സിലും ഉള്ള ആ ഒരു വ്യത്യാസം, ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതാകാനും സമൂഹത്തിലെ ഈ സ്നേഹത്തോടു കൂടി ജീവിക്കാനും അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട് യുവാക്കൾക്കിടയിൽ. ഡോക്ടർ എൽസി ഉമ്മൻ, ഓരോ തരത്തിലുള്ള സ്വഭാവ പ്രകൃതം അത് എങ്ങനെയൊക്കെ ക്രൈമിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം നേരത്തെ ഡോക്ടർ വിശദീകരിച്ചു. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതും കേട്ടല്ലോ. ആത്യന്തികമായി ഒരു ശിക്ഷ എന്നുള്ളത് ഒരാളെ തിരുത്താനാകണം, അല്ലെങ്കിൽ സമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്നു എന്നതിനപ്പുറം ഇനി അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കുന്ന രൂപത്തിലേക്കാകണം. വധശിക്ഷ കൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ പ്രായം, ഇവർക്ക് തിരുത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ? അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി താങ്കൾ അത് വിശകലനം ചെയ്യുമ്പോൾ ഇനി ശരിയാകാൻ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ സാധ്യതയുള്ള ഒരാളായി ഗ്രീഷ്മയെ വിലയിരുത്തുന്നുണ്ടോ?
പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ട്രീറ്റബിൾ ആണ്, നല്ലൊരു രീതിയിൽ ഔട്ട്കം, നല്ല പോസിറ്റീവ് ഔട്ട്കം വരാറുണ്ട്. പക്ഷേ അതൊരു ഡിസോർഡർ എന്നുള്ള നിലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്കം പലപ്പോഴും ഫേവറബിൾ ആയിരിക്കത്തില്ല, മോശം ഔട്ട്കം ആകാനാണ് സാധ്യത. പിന്നെ ലോങ് ടേം ആയിട്ട് അവർക്ക് ചികിത്സ ആവശ്യമാണ്, അവർക്ക് തെറപ്പി ആവശ്യമാണ്, മെഡിസിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ഞാൻ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, പർട്ടിക്കുലർ കേസ് എന്നുള്ള കാര്യം മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യം വരുമ്പോൾ ഒരു പക്ഷേ ഈ ഒളിഞ്ഞിരിക്കുന്നത് വീണ്ടും പൊന്താനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പഴയ രീതിയിൽ സമൂഹത്തിൽ സാധാരണ രീതിയിൽ വന്നൊരു ജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പല ഫാക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്, വെദർ ഇറ്റ് ഇസ് എ ഡിസോർഡർ ഓർ ജസ്റ്റ് എ ട്രേറ്റ്. അതാണ് നമ്പർ 1. നമ്പർ 2, അവർക്ക് പിന്നീട് കിട്ടുന്ന സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യം, അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഫൈനാണ്. പക്ഷേ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വരുമ്പോഴാണ് അതിനെ മറികടക്കാനായിട്ട് ഇത്തരം രീതികൾ അവലംബിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത്, ഇത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും ശിക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരു പലപ്പോഴും നമ്മളിപ്പോൾ പലരുടെയും ഒരു റെസ്പോൺസ് കേട്ടല്ലോ, എനിക്ക് 38 വയസ്സാകുമ്പോൾ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ഈവൻ മറ്റ് മർഡറിൻ്റെ കൊലപാതകം നടത്തിയവർ തന്നെ ഇത്തരം ഒരു റെസ്പോൺസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിത്വം ഉള്ളവരുടെ ഒരു മറ്റൊരു സവിശേഷതയാണ് അവർ വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, ഒമ്നിപൊട്ടൻറ്റ് ഫാൻറ്റസി അവർക്കുണ്ടായിരിക്കും. എനിക്കൊരിക്കലും ഒരു പ്രശ്നം വരത്തില്ല, അല്ലെങ്കിൽ പ്രശ്നം വന്നാലും അതിൽ കുരുങ്ങാതെ എനിക്ക് രക്ഷപ്പെട്ടു പോകാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയും ഒരു ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് നിയമം അത് ആ രീതിയിൽ തന്നെ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ബന്ധം വരുമ്പോൾ അതിനെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ശരിയാണ്, അവരെപ്പോഴും നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. എന്നിരുന്നാലും വേറെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ളത് പലപ്പോഴായി അത് പ്രകടമാക്കിയിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രണയം എന്ന് പറയുന്നത് ലവ് ഈസ് ബ്ലൈൻഡ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു അന്ധതയിൽ അവരെ ന്യായീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഷാരോണിനും അതാണ് സംഭവിച്ചത് എന്ന് വേണം കോടതി വിലയിരുത്തിയതും അങ്ങനെ തന്നെയാണ്. സജിൻ, ഇപ്പോൾ ഷാരോണിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ബന്ധുവുമായിരുന്നിട്ട് പോലും സജിൻ അറിയാൻ കഴിഞ്ഞില്ല ഏതൊക്കെ ഘട്ടത്തിൽ ഗ്രീഷ്മ മോശമായി ഷാരോണിനോട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ അത് സജിനെ അറിയിച്ചിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഷാരോണിനെ രക്ഷിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം 1 വർഷമായിട്ട് ഇവർ ഇഷ്ടത്തിലാണ്. സോ ഈ ഒരു സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇങ്ങനെ ഗ്രീഷ്മ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും ഒന്നും മനസ്സിലായിട്ടില്ല. ഇവർ നല്ല ഹാപ്പി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് 14-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോലും എനിക്ക് അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞത് ഞാനും വിചാരിച്ചു സോ അതായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് ഡോക്ടേഴ്സൊക്കെ ഡയാലിസിസ് നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ എന്തോ മാരകമായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, സോ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. സോ അതിനുശേഷമാണ് രജിനെ ഞാൻ വിളിക്കുന്നതും ഗ്രീഷ്മയെ കോൺടാക്ട് ചെയ്യുന്നതും. ഗ്രീഷ്മയാണ് എന്നോട് പിന്നെ പറയുന്നത് കഷായം കൊടുത്തു എന്ന്. പക്ഷെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തതയല്ലായിരുന്നു. സോ അപ്പോൾ മുതലാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. അതുവരെ ഞാൻ ഗ്രീഷ്മയെ സംശയിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു സമയം മുതൽ എനിക്ക് സംശയം കൂടുതലായി. പിന്നെയാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിച്ചത്, ഏത് കഷായത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഗ്രീഷ്മ അയച്ചു തന്നത്. അതും അയച്ചു തന്നത് ലൈവ് ഫോട്ടോ അല്ല, ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കള്ളം പറയുന്നതാണെന്ന്. പിന്നെ ഞാൻ കോകിലാക്ഷം കഷായം എന്ന് ഷിമോൺ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടനും പറഞ്ഞു ഇത് കുടിച്ചെന്ന് കരുതി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. സോ അപ്പോഴും എനിക്ക് സംശയം കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാമായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും മാറി മാറി അവളോട് ചാറ്റ് ചെയ്യുകയും വിളിക്കുകയും ചെയ്ത് അവൾ പിന്നെ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. സോ നേരെ ഡോക്ടറിനെ അറിയിക്കുകയും ഡോക്ടറാണ് പോലീസിനെ അറിയിക്കുകയും. തീർച്ചയായും അങ്ങനെയാണ്. അത് പ്രധാനപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയതും അതിപ്പോൾ കോടതിയിൽ ഒരു തെളിവായി, പ്രധാനപ്പെട്ട തെളിവായി തന്നെ അത് കോടതി പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ, സജിൻ, ഡോക്ടർ എൽസി ഉമ്മൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിലെ 2ാം ഘട്ടത്തിലും തുടർന്നതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.